ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കൂളിംഗ് ഡ്രിങ്കുമായിട്ടുള്ള റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. ഈ വേനൽക്കാലത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ഇത്. നമ്മളെപ്പോഴും പച്ചക്കറിയിലേക്ക് ഉപയോഗിക്കുന്ന ഒരിതാണ് ചുരക്കയെന്ന് പറയും. ഇത് ശരിക്കും ഒരു കുക്കുംബറിൻ്റെ ഒരു ഗണത്തിൽ പെടുന്നതാണ്. ചുരക്ക, ചുരങ്ങ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരല്ലേ. നമ്മളിത് വീട്ടിൽ കറി വെച്ച് മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് നല്ലൊരു ഷെയ്ക്കായിട്ട് എങ്ങനെ കഴിക്കാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യമേ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കായി വരുമ്പോൾ ശരിക്കും നമ്മുടെ കുക്കുംബർ ഉണ്ടല്ലോ, വെള്ളരിക്ക, അതേപോലെയാണ് തോന്നുന്നത്. കുക്ക് ചെയ്ത വെള്ളമൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആ ഓരോ പീസായിട്ട് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഷെയ്ക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ഈ ഒരു ടേസ്റ്റ്. ശരിക്കും നമ്മുടെ അവക്കാഡോ ഷേക്കൊക്കെ ഇല്ലേ, ആ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം നല്ല കട്ടപ്പാല്, നല്ല ഒരു പാക്കറ്റ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു വലിയ ചുരക്കയിലേക്ക് ഒരു പാക്കറ്റ് പാല് നന്നായിട്ട് കട്ടപ്പാലെടുത്ത് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു ചെറിയ ഏലക്കയും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തപ്പോഴത്തേക്കും ശരിക്കും നല്ല അവക്കാഡോ ഷേക്കൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ മക്കളൊക്കെ ഈ ചുരക്ക കണ്ടില്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കില്ല ഇത് നല്ലൊരു ഷേക്കായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഇതുവരെ കഴിച്ചു നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നോക്കി, നല്ല സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നോക്കി, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കൺസിസ്റ്റൻസി വേണമെങ്കിൽ നല്ല തിക്കായിട്ടുള്ള കട്ടപ്പാൽ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ചൂടത്തുനിന്നൊക്കെ നമ്മൾ പുറത്തുനിന്ന് വന്നു കഴിയുമ്പോൾ ഇതൊന്ന് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ഒരേപോലെ തണുക്കുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീട്ടിൽ ഈ ചൂട് കാലത്ത് അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും നല്ല ഇതേപോലെയുള്ള ഡ്രിങ്ക്സ് ആയിട്ടൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.